രണ്ടാം ലോക മഹായുദ്ധകാലത്തെ സേവനത്തിലൂടെ പ്രശസ്തയായ സിബിൽ കദിഗാസു എന്ന നഴ്സിൻ്റെ നാമകരണ നടപടികൾ ആരംഭിച്ചതായി കർദിനാൾ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ്. കൊലാലംപൂർ അതിരൂപതയിലെ ഫാദർ യൂജിൻ ബെനഡിക്റ്റ് നാമകരണ നടപടിക്രമങ്ങൾക്ക് നേതൃത്വം നൽകും. സിബിലിൻ്റെ 76ാം ചരമവാർഷികത്തിലാണ് നടപടിക്രമങ്ങൾ ആരംഭിച്ചതെന്നതും ശ്രദ്ധേയമാണ്. ഇന്തോനേഷ്യയിൽ ജനിച്ച സിബിലും ഭർത്താവ് ഡോക്ടർ അബ്ദൻ ക്ലമൻറ്റ് കദിഗാസുവും രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജാപ്പനീസ് അധിനിവേശകാലത്ത് പെരാക്കിലെ പാപ്പാനിൽ ഒരു സൗജന്യ ക്ലിനിക്ക് നടത്തിയിരുന്നു. സഖ്യസേനയ്ക്ക് രഹസ്യമായി മരുന്നുകളും മെഡിക്കൽ സേവനങ്ങളും നൽകി പ്രതിരോധത്തെ സഹായിച്ചതിൻ്റെ പേരിൽ ജാപ്പനീസ് അധികാരികൾ അവളെ പിടികൂടി ചോദ്യം ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്തു. 1948 ജൂൺ 12-ന് 48-ാം വയസ്സിൽ ബ്രിട്ടനിൽ വെച്ചാണ് സിബിൽ മരിച്ചത്. ആദ്യം സ്കോട്ട്ലൻഡിലെ ലാനാർക്കിൽ അടക്കം ചെയ്ത അവളുടെ മൃതദേഹം പിന്നീട് 1949-ൽ മലേഷ്യയിലേക്ക് കൊണ്ടുവരികയും പിന്നീട് സെൻറ്റ് മൈക്കിൾസ് ദേവാലയത്തിലെ സെമിത്തേരിയിൽ പുനഃസംസ്കരിക്കുകയും ചെയ്തു. സിബിലിൻ്റെ ക്ലിനിക്കായിരുന്ന പാപ്പാനിലെ മെയിൻ റോഡിലെ നമ്പർ 74-ലെ ഷോപ്പ് ഹൗസ് ഇന്നൊരു സ്മാരക മ്യൂസിയമായി പ്രവർത്തിക്കുന്നുണ്ട്. സമൂഹത്തിൻ്റെ വിവിധ മേഖലകളെ പ്രചോദിപ്പിക്കുന്ന സിബിലിൻ്റെ ജീവിതം നിരവധി നാടകങ്ങളിലും ഡോക്യുമെൻ്ററികളിലും സിനിമകളിലും ചിത്രീകരിച്ചിട്ടുണ്ട്. ഇപ്പോയിലെ സെൻറ്റ് മൈക്കിൾ ദേവാലയത്തിലെ അവളുടെ ശവകുടീരവും പെരാക്കിലെ പാപ്പാനിലുള്ള ക്ലിനിക്കും സന്ദർശിക്കാൻ നിരവധി തീർത്ഥാടകരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്.